വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വിശുദ്ധ ഏവൻഗേലിയോൻ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ഞാനൊന്ന് വായിക്കുകയാണ്. നിങ്ങൾ എത്രമാത്രം ശ്രദ്ധിച്ചു എന്നറിയില്ല. യേശു അവിടം വിട്ടു സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ പ്രദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവന്റെ ശിഷ്യന്മാർ അടുക്കൽ വന്ന്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്നു, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവനോ, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അവൾ അതിന്, കർത്താവേ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന മുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. എത്ര മനോഹരമായ ഒരു വേദഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, നമുക്കറിയാം, ഈ വേദഭാഗത്തിൽ നമ്മൾ ആദ്യം കാണുന്നത് അല്ലെങ്കിൽ ആദ്യം കേൾക്കുന്നത് ഒരു നിസ്സഹായായ സ്ത്രീയുടെ നിലവിളിയാണ്, അല്ലെങ്കിൽ അപേക്ഷയാണ് നമ്മൾ അവിടെ കാണുന്നത്. കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ആ സ്ത്രീ നിലവിളിച്ചുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ പോവുകയാണ്. പഴയ നിയമത്തിൽ സോർ സീദോൻ എന്ന പ്രദേശങ്ങൾ ദൈവം അഗ്നി ഇറക്കി നശിപ്പിച്ച പ്രദേശങ്ങളാണ്. എന്നാൽ അതേ പ്രദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ അല്ലെങ്കിൽ ഒരു വിജാതീയ സ്ത്രീ വന്ന് കർത്താവിനോട് അപേക്ഷിക്കുകയാണ്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന്. എന്നാൽ ദൈവം അവളോട് ഒരു വാക്കുപോലും പറഞ്ഞില്ല എന്നാണ് വിശുദ്ധ വേദഭാഗത്തിൽ നാം കണ്ടത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്, അവളുടെ ആവശ്യം അവളുടെ മകളുടെ രോഗസൗഖ്യം ആയിരുന്നു എങ്കിൽ പോലും അവൾക്ക് വേണ്ടിയാണ് ആദ്യം പ്രാർത്ഥിച്ചത്. കർത്താവേ, എന്നോട് ദയവ് തോന്നണമേ എന്നാണ് അവൾ ആദ്യമായി ദൈവത്തോട് അപേക്ഷിച്ചത്. ഈ കേട്ട വിശുദ്ധ ബൈബിൾ വാചകങ്ങളിൽ നിന്ന് ഞാൻ 3 പോയിന്റുകളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഒന്നാമത്തേത് പാപബോധം. നമ്മളെല്ലാവരും വിശുദ്ധ നോയമ്പ് ആചരിക്കുന്ന ഈ സമയത്ത് നമുക്കെല്ലാവർക്കും ആദ്യമായി വേണ്ടത് ഒരു പാപബോധം ആണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവസന്നിധിയിൽ രൂപപ്പെടേണ്ടതായ ഒരു പാപബോധത്തെ കുറിച്ചാണ്. നമ്മൾ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പാപബോധം. നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്കിവിടെ ഉണ്ടാകുന്നത് അത്യാവശ്യമാണ് എന്ന് കനാന്യ സ്ത്രീ നമ്മളോട് ഈ കഥയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. എത്ര മനോഹരമായ ഒരു പശ്ചാത്താപമാണ്, അല്ലെങ്കിൽ എത്ര മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് അവൾ അവിടെ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന്. രണ്ടാമതായി, സ്ഥിരതയുള്ള ദൃഢനിശ്ചയമുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. പ്രാരംഭത്തിൽ കർത്താവ് അവളെ നിരസിക്കുന്നുണ്ട് എങ്കിലും അവളുടെ ഉറച്ച വിശ്വാസവും ദൃഢനിശ്ചയവും ഫലം കാണുന്നുവെന്ന് പിന്നീടുള്ള വാചകങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലതകളും വരുമ്പോൾ അതിനെ ധൈര്യപൂർവ്വം നേരിടുന്ന എത്ര പേരുണ്ട് നമ്മുടെ മുൻപിൽ. അതിനെ പ്രതിസന്ധികളെ സന്തോഷത്തോട് സമാധാനത്തോട് നമുക്ക് നേരിടുവാൻ കഴിയുമ്പോഴാണ്
നമ്മൾ ജീവിതത്തിൽ വിജയം നേരിടുന്നത്. ഇവിടെ കനാന്യ സ്ത്രീ നേരിട്ടത് ഒരു തിരസ്കരിക്കപ്പെടലാണ്. നമുക്കറിയാം, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളിൽ ഒന്നാണ് തിരസ്കരിക്കപ്പെടൽ അല്ലെങ്കിൽ ഒറ്റപ്പെടൽ എന്നുള്ളത്. എന്നാൽ കനാന്യ സ്ത്രീ അവളുടെ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി ആ അവഗണന മറികടന്നുകൊണ്ട് വിശ്വാസത്തിൽ അടിയുറച്ച് ദൈവത്തിന്റെ പിന്നാലെ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു ചെയ്തത്. ഒരുപക്ഷെ ദൃഢനിശ്ചയത്തിൽ ഉറച്ച വിശ്വാസവും ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള അവളുടെ ദൈവത്തിന്റെ പിന്നാലെയുള്ള പോക്കുമായിരിക്കാം അവളെ വിജയത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും പല വിധത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. നമ്മുടെ സഭയിലുള്ള വിശ്വാസമുണ്ട്, ദൈവത്തിലുള്ള വിശ്വാസമുണ്ട്, മനുഷ്യരിലുള്ള വിശ്വാസമുണ്ട്, മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളോടുള്ള വിശ്വാസമുണ്ട്, കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളോടുള്ള വിശ്വാസങ്ങളുണ്ട്, സ്നേഹിതരോടുള്ള വിശ്വാസമുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള വിശ്വാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിലുപരിയായി വിശ്വാസത്തിന്, ഇതൊക്കെയാണ് നമ്മൾ പാരമ്പര്യമായി കണ്ടുവരുന്ന വിശ്വാസത്തിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. എന്നാൽ അതിലുപരിയായി നമുക്ക് കാണാൻ പറ്റുന്നത്, ഈ വാചകങ്ങളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിബിളിക്കൽ അർത്ഥമായിട്ട് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, വിശ്വാസം എന്നാൽ വിശേഷപ്പെട്ട ശ്വാസം എന്നാണ്. നമുക്കറിയാം, പരദീസയിൽ ദൈവം ആദത്തെ സ്നേഹിച്ചപ്പോൾ, ആദത്തെ സൃഷ്ടിച്ചപ്പോൾ ദൈവം നാനാദിക്കിൽ നിന്നുള്ള കാറ്റല്ല അവന്റെ മൂക്കിലേക്ക് ഊതിയത്. ദൈവം അവനിലേക്ക് ഊതിയത് ദൈവത്തിന്റെ ജീവനുള്ള അംശം, ജീവന്റെ അംശമാണ് അവനിലേക്ക് ഊതിയത്. അതാണ് അവനെ വിശേഷപ്പെട്ട ശ്വാസമുള്ളവനായി ആദ്യം തീർത്തത്. എന്നാൽ കർത്താവിൽ പ്രിയ വിശ്വാസികളെ, അവൻ ആ വിശേഷപ്പെട്ട ശ്വാസം എപ്പോൾ നഷ്ടപ്പെട്ടുവോ, കർത്താവ് നിരസിച്ചപ്പോഴും കാനാന്യ സ്ത്രീ അവനോടൊപ്പം യാത്ര ചെയ്തപ്പോഴൊക്കെയും ശിഷ്യന്മാർ പറയുന്നുണ്ട്, കർത്താവെ, ഈ സ്ത്രീയെ പറഞ്ഞയക്കണമേ എന്ന്. കർത്താവ് ആ സമയത്ത് പറഞ്ഞത് 26ഉം 27ഉം വാചകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് അവരോട് സ്ത്രീയോട് പറയുന്നുണ്ട്, എന്നാൽ അവൾ വന്നു, കർത്താവെ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു. അവനോ, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൾ, കർത്താവെ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. എന്ത് മഹത്തരമായ ഒരു വാചകമാണിതല്ലേ? എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ എനിക്കോ ഇതുപോലെ ഒരു വിശ്വാസം അതിൽ ഊന്നിപ്പിടിക്കുവാൻ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും അതിനെ സന്തോഷത്തോടുകൂടി നമ്മൾ മറികടക്കുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വിജയം കണ്ടെത്തുന്നത്. ആ കനാന്യ സ്ത്രീ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, നമുക്ക് ഈ വിശുദ്ധ നൊയമ്പിൽ നമ്മൾ ആചരിക്കുമ്പോൾ നമുക്ക് വേണ്ടത് പാപബോധമാണ്. ഒരു മനുഷ്യൻ പാപത്തിൽ നിന്ന് വിട്ട് ദൈവത്തിങ്കിലേക്ക് അടുക്കുമ്പോൾ അവന് പാപബോധം ഉണ്ടാവുകയും അവൻ ആ പാപബോധത്തിൽ നിന്ന് വിമോചിതനായി കർത്താവിങ്കിലേക്ക് അടുക്കുകയും ചെയ്യുന്ന ഒരു വിശുദ്ധ പ്രോസസ്സാണ് ഈ വിശുദ്ധ നൊയമ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അടിയുറച്ച വിശ്വാസം. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കണ്ടു, 4 സ്നേഹിതരുടെ വിശ്വാസമാണ് നമ്മൾ അവിടെ കണ്ടത്, അല്ലെ? 4 സ്നേഹിതർ കൊണ്ടുവന്ന് ഒരു പക്ഷപാത രോഗിയെ കൊണ്ടുവന്നു. ആ പക്ഷപാത രോഗിക്ക് വിശ്വാസമുള്ളതിനേക്കാൾ ഉപരിയായി ആ 4 സ്നേഹിതരുടെ വിശ്വാസം കൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത്.
അതിനു മുമ്പ് നമ്മൾ കണ്ടു കുഷ്ഠരോഗി 38 വർഷമായി ആ കുളത്തിന്റെ അരികിൽ കിടക്കുന്ന കുഷ്ഠരോഗിക്ക് രക്ഷപ്പെടാൻ സാധിച്ചത് അവന്റെ വിശ്വാസം കൊണ്ടാണ്. കർത്താവിൽ പ്രിയ ജനങ്ങളെ, നമുക്കെല്ലാവർക്കും ഇതുപോലെ ഒരു വിശ്വാസമുണ്ടോ? തിരസ്കരിക്കപ്പെടുമ്പോൾ, ഒറ്റപ്പെടുമ്പോൾ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മധ്യസ്ഥത എന്നുള്ളതാണ്. ഇവിടെ കനാന്യ സ്ത്രീ ഒരു നല്ല മധ്യസ്ഥയായി നമ്മുടെ മുമ്പിൽ കാണുന്നു. സ്വന്തം മകളുടെ ആവശ്യത്തിന് വേണ്ടി അവൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവിനോട് അപേക്ഷിക്കുന്നത്, കർത്താവ് അവളെ തിരസ്കരിച്ചു വിടുകയാണ്. എങ്കിലും അവൾ പിന്മാറാതെ ദൈവത്തിന്റെ പിന്നാലെ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, അതുപോലെ എന്റെ മകളോട്. അവൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പറയാമായിരുന്നു, എന്റെ മകളോട് കരുണ തോന്നണമേ, അവൾക്ക് കഠിനമായ ഭൂതോപദ്രവം ആണ്, അവളെ സുഖപ്പെടുത്തണമേ എന്ന്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഈ വിശുദ്ധ നോയമ്പ് ആചരിക്കുമ്പോൾ നമ്മൾ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി, നമ്മുടെ എന്നിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ, എന്നിൽ എന്തെങ്കിലും പാപങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കി അതിൽ നമുക്ക് തിരുത്താൻ കഴിയണം. ആ കഴിയുന്നതിലൂടെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കണം. പിന്നീടാണ് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് നമ്മൾ വരേണ്ടത്. സ്വന്തം മകൾക്ക് വേണ്ടി കരയുന്ന അമ്മ ഒരു നല്ല മധ്യസ്ഥയാണ്. ജീവിതത്തിൽ നമുക്ക് 24, 26, 27 വാചകങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറയുമ്പോൾ അവിടെ അവൾ മറുപടി പറയുന്നത്, അത് വളരെ മനോഹരമായ ഒരു മറുപടിയാണ് പറയുന്നത്. കർത്താവേ, നായ്ക്കുട്ടികൾ കഴിച്ചോട്ടെ, അതിന് കുഴപ്പമില്ല, പക്ഷേ യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ കൊണ്ട് അവര് നായ്ക്കുട്ടികളും കഴിക്കട്ടെ എന്ന് പറയുന്നു. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, കർത്താവ് ചില അനുഗ്രഹങ്ങളുടെ നുറുക്കുകൾ നമ്മളിലേക്ക് ഇട്ടു തരുന്നുണ്ട്. പക്ഷേ നമ്മുടെ പാപബോധം കൊണ്ടോ അല്ലെ നമ്മുടെ പാപത്തിന്റെ മറവ് കൊണ്ടോ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു. അല്ലെങ്കിൽ ആ അനുഗ്രഹത്തിന്റെ വ്യാപ്തി അല്ലെങ്കിൽ അതിന്റെ തീവ്രത നമ്മളിലേക്ക് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയാതെ വരുന്നു. അങ്ങനെയല്ലേ പലപ്പോഴും നമുക്ക് പറ്റുന്നത്. നമ്മളെപ്പോഴും പറയും, ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് മറുപടി കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്റെ കാര്യം സാധിച്ചു കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള. പക്ഷെ അവിടെയുള്ള അനുഗ്രഹം നമ്മുടെ മുന്നിലുണ്ട്. ആ അനുഗ്രഹത്തിനെ നമുക്ക് കൂടുതൽ ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് ജീവിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് ഒന്നാമതായി വേണ്ടത്, ഈ വിശുദ്ധ നോയമ്പിൽ ഒന്നാമതായി നമുക്ക് വേണ്ടത് പാപബോധമാണ്. രണ്ടാമതായി വേണ്ടത് വിശ്വാസമാണ്. ആ വിശേഷപ്പെട്ട ശ്വാസം നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. പാരമ്പര്യവും ക്രിസ്തീയ പാരമ്പര്യവും പ്രതാപവും തലമുറയായി കൈവരിച്ചു കൊണ്ടുവരുന്ന നമ്മൾ എപ്പോഴും പറയുന്നത്, ഞാൻ ആ ക്രിസ്തീയ കുടുംബത്തിൽ അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിലുള്ളതാണെന്ന് നമ്മൾ എപ്പോഴും നമ്മളിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ആ പാരമ്പര്യത്തിൽ. പക്ഷേ ആ പാരമ്പര്യമോ പ്രതാപമോ ഒന്നും നമ്മളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കത്തില്ല. ഉറച്ച വിശ്വാസം, ആ വിശ്വാസത്തിലൂടെ നമുക്ക് മുന്നേറാം. അതിലൂടെ പാപബോധവും, രണ്ടാമതായി വിശ്വാസവും, മൂന്നാമതായി മധ്യസ്ഥതയും ഉണ്ടെങ്കിൽ ഈ വിശുദ്ധ നോയമ്പ് നമുക്ക് നല്ലൊരു നോയമ്പായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതിലൂടെ ദൈവം ഈ വിശുദ്ധ നോയമ്പ് ആചരിക്കുന്ന നിങ്ങളെല്ലാവരെയും, എന്നെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ കേട്ടിരുന്ന നിങ്ങൾക്കും എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന അച്ഛനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.